വിവാഹ ദിവസം വധൂവരന്മാരെ മണിയറയ്ക്കുള്ളിലാക്കിയ ശേഷം പുറത്ത് ബന്ധുമിത്രാദികളുടെയും കൂട്ടുകാരുടെയും ഒരു വലിയ ആഘോഷം ഉണ്ടാകും. പാട്ടും ആട്ടവും ഒക്കെ ആയിട്ട് ഈ ആഘോഷം നേരം പുലരുന്നോടം വരെ നിലനിൽക്കും. ഈ സമയത്ത് മണിയറയ്ക്കുള്ളിൽ നവദമ്പതികൾ നിർബന്ധമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കണമെന്നാണ് അവിടുത്തെ നാട്ടുനടപ്പനുസരിച്ച് കിടക്കയിൽ ഒരു വെള്ള തുണി കൂടി വിരിച്ചിരിക്കണം. കാരണം ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പെൺകുട്ടിയുടെ കന്യാചർമ്മം മുറിയുമ്പോഴുള്ള രക്തം ആ വെള്ള തുണിയിൽ പുരളണം. വരൻ ചോരക്കറ പുരണ്ട ആ തുണിയെടുത്ത് പുറത്ത് ആഘോഷത്തിമിർപ്പിൽ നിൽക്കുന്ന നാട്ടുകാരെ ഉയർത്തി കാണിക്കണം. തന്റെ ഭാര്യ കന്യകയാണെന്ന് താൻ മാത്രം ബോധ്യപ്പെട്ടാൽ പോരാ, പുറത്ത് ആഘോഷത്തിമിർപ്പിൽ നിൽക്കുന്ന നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും ബോധ്യപ്പെടുത്തണമായിരുന്നു. ഇനി അഥവാ വിരിപ്പിൽ രക്തക്കറ പുരണ്ടില്ലെങ്കിലോ ആ വധുവിന്റെ ജീവിതം തുലഞ്ഞത് തന്നെ. വിവാഹബന്ധം വേർപെടും എന്നത് മാത്രമല്ല പ്രശ്നം, അവൾ 7 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല, ഇത്തരത്തിൽ ചോര പറ്റാത്ത കേസുകളിൽ തൊട്ടടുത്ത ദിവസം തന്നെ വധുവും വരനും അതേ വേഷത്തിൽ തന്നെ ആദ്യം തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തും. ശേഷം പോലീസുകാരുമായി അടുത്തുള്ള ആശുപത്രിയിൽ പോയി ആ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കും, വധു കന്യകയാണ് എന്നുള്ളത്. എങ്കിൽ മാത്രമേ ആ കല്യാണം പൂർത്തിയാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം അവൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇത് ഒരുപാട് വർഷം പുറകിലൊന്നുമല്ല. ഏതാണ്ട് 1980 കാലഘട്ടങ്ങളിൽ ലിബിയ എന്ന രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു ആചാരമായിരുന്നു.